ഇത് അശ്വതി, 24 വയസ്സ്, വേണ്ട. ഇത് മായ, വയസ്സ് 22 ഉള്ളൂ. നോക്കട്ടെ. ഇതിന് വല്ല ദോഷോ കൂട്ടുദശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുദശയൊന്നുമില്ല. കല കൂട്ടുദശ ഉണ്ടെങ്കിൽ ചെക്കൻ മടിയാവേ. എത്ര വരെ പഠിച്ചു? BSc കമ്പ്യൂട്ടർ സയൻസ്. ഓ വേണ്ട. ഇതല്ല, ഇത് അർച്ചന, B.Ed കഴിഞ്ഞതാണ്, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്, വയസ്സ് 28, 10-8 പൊരുത്തമുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. നോക്കട്ടെ. കൊള്ളാല്ലേ? അല്ലേ? മാധവേട്ടാ, ആ ഫോൺ അടിക്കുന്നത് കേൾക്കണ്ടേ? ഹലോ ഹലോ, അർച്ചന, അവര് വന്നില്ലേ? എങ്കിൽ പിന്നെ നോക്കണ്ട. എന്നാ അതൊന്നും നേരത്തെ പറയായിരുന്നു. ഞാനേ ഇപ്പോഴാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ഈ വാക്കിന് വിലയില്ലാത്തവന്മാരെ ടീല് വെക്കാൻ കൊള്ളില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പിന്നെ ആ വണ്ടിത്താവളത്തിന് ഒരു നല്ല ടീം വരാന്ന് പറഞ്ഞിട്ടില്ലേ? അവരെ ചൊവ്വാഴ്ച അല്ല വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശനിയാഴ്ചത്തേക്ക്. ശനിയാഴ്ചയോ? അർച്ചനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. അതിനിടക്ക് നീയും ശനിയും ഞാനും പറഞ്ഞ് കളിക്കല്ലേ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ബ്രോക്കറെ, നമുക്കൊരു പൊണ്ണുണ്ടാവും എടുക്കാൻ. അതിന് നീ കെട്ടിയല്ലേ? അതിനെന്താന്ന് ഒന്നുകൂടി കെട്ടിക്കൂടെ? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? നമുക്ക് നോക്കടാ. ബെസ്റ്റ്. ഒരു ചായ. ഉണ്ണിക്കുട്ടാ, അയാളടുത്ത് സംസാരിക്കണ്ടാ, പിടിച്ച് കല്യാണം കഴിപ്പിച്ചോളെ. അവര് വരുന്നില്ല അത്ര. ഇയാൾക്ക് ഇതൊന്നും നേരത്തെ പറഞ്ഞാൽ മതി. ശാന്തയല്ലേ മുതല്? അവള് ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. പിന്നെ നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഓ, കുടുംബക്കാര് മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അവനെ വളം വെച്ചോളൂ. പിന്നെ അച്ഛനയ്ക്കായാലും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചോ. കല്യാണം മുടങ്ങിയത് നന്നായി. ആ, അവന് നമ്മളെ വലിയ കാര്യമൊക്കെയാ. ഇപ്പോഴേ ഇടയ്ക്കൊക്കെ വിളിക്കും. പക്ഷെ അവന്റെ തള്ള ശാന്തയുണ്ടല്ലോ, വിഷവിത്ത. ആ, അവര് വന്നെന്നാ തോന്നണേ. പിന്നെ പറയാം. അവര് വന്നില്ല അല്ലേ? ഇനിയിപ്പോ ഇന്നും ജംഗ്ഷൻ വരെ നടക്കണം. എന്നാ രാജന്റെ ഓട്ടോ പിടിച്ച് പോക്കോ? എന്തായാലും വൈകി, ഇനിയിപ്പോ നടക്കാം. എന്നാ പിന്നെ എന്തേലും കഴിച്ചിട്ട് പോ. എന്നിട്ട് വേണം അടുത്ത ബസ്സും കൂടി പോവാനല്ലേ? പിന്നെ ഇതൊക്കെ ആർക്കാ ഞാൻ വെച്ചുണ്ടാക്കുന്നേ? അമ്മ കഴിച്ചോ? കേബിളിന്റെ ഗ്യാസിന്റെ കാശ് ടിവിയുടെ മോളിൽ വെച്ചിണ്ടേ. അച്ഛന്റെ മരുന്നോ? ഷിബുന്റെ കാശ് കൊടുത്തിണ്ടാവും, വാങ്ങിക്കും. അച്ഛൻ മരുന്ന് കഴിച്ചോണേ. ഒരു 500 എഴുതട്ടെ? എടി, ഇത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെയാ. 500 എഴുതാ. എടി, എന്താടി നീ കൃഷിക്കണ? എന്താടി? എടാ, ഒന്നും നടക്കില്ല. പോയി. എന്താണ്? പെയിന്റിൽ ഫൈബർ ഉണ്ടോ? എന്ത് പെയിന്റിൽ ഫൈബർ ഉണ്ടോ?
ടീച്ചറെ, യെസ്. നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാട്ടോ ഞാൻ വിചാരിച്ചേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അത് ശരി, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നം എന്താ മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളുടെ പിള്ളേരും കൂടെ പറഞ്ഞേക്കും. എന്തു പറ്റിയെന്നോ? മോളെ, നീ ഒന്ന് പുറത്തുനിന്ന് എനിക്ക് 2 വർത്താനോടെ പറയണം. ചെല്ലേ. എന്റെ പൊന്നു ടീച്ചറെ, ഒന്നും വിചാരിക്കരുത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതെന്റെ ചേച്ചിയുടെ മോളാണ്. എനിക്കൊരു കടയാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒക്കെ. ഇന്നലെ ഇവിടെ ചാര തല്ലിന്നോ പിച്ചിന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ആകെ പ്രശ്നമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്റെ കടയുടെ ചാവി ഇവളുടെ വീട്ടിൽ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇത് മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം, ചൂടാവണം, പിള്ളേരെയൊക്കെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ല, എന്റെ ചാവി എടുത്ത് കെട്ടിലിടുന്ന പറയണേ. അപ്പോ ഒന്നും വിചാരിക്കരുത്. പോട്ടെ. എവിടെ? അതെ, എല്ലാ പ്രശ്നം പറഞ്ഞു ഒതുക്കി തീർത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ചാവി എവിടെ നിന്ന് പറ. എപ്പ കഴിഞ്ഞു? മാമൻ വാ. എടി, ചാവി എവിടെ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ. സത്യം പറ, നീ തട്ടുംപുറത്തല്ലോ ചേക്കനെ? അല്ല. അല്ലേ? അല്ല. എടി, ചാവി താടി. ഇവന്മാരിങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. എന്റെ കൈ മൊത്തം ചുവന്നു. മാസൂത്രികയെ പാസൂത്രികയെ സൂത്രിക മാമാനെ അപ്പടിയാണ്. സൂത്രിക നിന്റെ അടുത്തല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? അവനെ തല്ലേട്ടാ. അഭി, നീ അപ്പുറത്ത് വരുന്നേ. നിന്റെ ബുക്ക് കണ്ട, ആരും തല്ലിയിട്ടില്ല. ചാവി പറ. എന്താ അവിടെ പ്രശ്നം? എന്താ ലേറ്റ് ആയ? അത് വരണ വഴിക്ക് മാമന്റെ പോയിരിക്കും. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇവിടെ ആര് ബഹളം ഉണ്ടാക്കിയാലും എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ബുക്ക് താ. അയ്യേ, ഇതെന്താ? ഞാൻ കാണിച്ചു തരാം. മര്യാദക്ക് മൊത്തം അനുവിനെ വിളിക്കടാ. അനു ദേ വിളിക്കണ. ചാവി എവിടെ? എടി, ചാവി എവിടെയെന്ന്? ദേ, തമാശ കളിക്കല്ലോ കേട്ടോ. അതെ, എന്താ നിങ്ങക്ക് വേണ്ടേ? ടീച്ചറെ, ആ ചാവി എവിടെയെന്ന് ചോദിക്കോ? ചാവിയോ? ഈ ചാവിയില്ലേ, താക്കോൽ, എന്റെ കടയുടെ താക്കോലെ, അതെവിടെയെന്ന് ചോദിക്കോ? എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാനു? കോഴിക്കോട്ടിലുണ്ട്, പോയെടുത്തോ. കോഴിക്കോട്ടിലാ? താങ്ക് യു ടീച്ചർ. അടുത്ത ടീച്ചറെ, കാണിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. വയനാട് തിരുനെല്ലിയിലേ ഒരു നല്ല വൈദ്യരുണ്ട്. ടിങ്കുന്റെ ഒക്കെ തറവാട് എവിടാ? ടിങ്കു? ഹസ്ബൻഡ്. ഓ, എന്താ ലേറ്റ് ആയേ? കുറച്ച് പിള്ളേരുടെ പാരന്റ്സ് വന്നിരുന്നു. പെണ്ണ് കാണാൻ വന്നിരുന്നേ? അവര് വന്നില്ല. രക്ഷയില്ല. ഇതെന്താ പയറ് കറിയോ? എടുത്തോ. നിങ്ങളെന്തിനാ അവിടെ ചൂടായേ? പിന്നെ ചൂടാവാതെ ഒരു മുന്നറിയിപ്പ് പിരിച്ചുവിടാന്ന് പറഞ്ഞു. എവിടുത്തെ നിയമമാണത്? ചോദിക്കാനും പറയുന്നത് ആളില്ലാത്തോണ്ടല്ലേ? എന്താ സാറേ? എന്താ? എന്റെ ഷർണ ടീച്ചറെ, താൽക്കാലികമായിട്ട് ആൾക്കാരനൊക്കെ പിരിച്ചുവിടാൻ പോകണമെന്ന്. അയ്യോ, നമ്മുടെ ജസ്റ്റിസ് സാറിന്റെ ജോലി പോവോ? ജസ്റ്റിസ് സാറിന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും പണി പോവും. അതൊക്കെ എനിക്കറിയാം. ഇവനെന്താ ഹോണടിച്ച് മനുഷ്യനെ കൊല്ലാൻ നോക്കിയേ? എന്താ ഫോണിലെ ചേച്ചി? ചൂടായത് അല്ല, ഇത് എഞ്ചിൻ ബോക്സ് ആണ്, അല്ലാതെ ഫ്രിഡ്ജ് അല്ല. ഇതാരാണ്? രുക്മിണിയുടെ മോളല്ലേ? അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞു. കല്യാണക്കാരൊക്കെ എവിടം വരെയായി? നോക്കുന്നുണ്ട് ചേച്ചി. അമ്മ പറഞ്ഞു 25 വയസ്സ് കഴിഞ്ഞാ പിന്നെ ചെറുക്കനെ കിട്ടാൻ പാടാണ് മോളെ. ഒറ്റപ്പാലത്ത് എന്റെ വീട് പണിത ഒരു കോൺട്രാക്ടർ പയ്യനുണ്ട്, മുരളി രാജൻ. ആ ചക്കന്റെ മുഖമല്ലേ ഈ പയ്യന്? നീ ശശികല അല്ലേ? നിന്റെ മോനെ എഞ്ചിനീയർ അല്ലേ? അവനിപ്പോ എന്താ ചെയ്യുന്നേ? ജോലി നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചി. ജോലിയൊന്നും ആയില്ലേ? ഓ, ബാംഗ്ലൂരെ ഒരു കമ്പനി ഉണ്ട്, പ്ലിക്കോട്ട്. മോളെ പറഞ്ഞല്ലേ? അവിടുന്ന് വാങ്ങിയ ബാഗായത് എങ്ങനെയുണ്ട്? നന്നായിട്ട്. നന്നാവത് തന്നെ. ഞാൻ വിളിക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കാനാണുള്ള? ഈ ഭാഗത്ത് ആരോ ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരോ? അയ്യോ, ഞാൻ എടുത്തിട്ടില്ല.